മാഡം, മാഡത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പോലീസ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ടെന്ന്. അയാൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കണമെന്ന് കളക്ടർ ഭവനത്തിലെ ഓൾറൗണ്ടറായ അബ്ദുക്ക് അവളോട് പറഞ്ഞു. വേണ്ട സൗകര്യം ആ ഗസ്റ്റ് ഹൗസിൽ ഒരുക്കിയേക്ക്. പിന്നെ വരുന്നവൻ ആരായാലും ശരി, ഇതിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ്റെയും ആവശ്യമില്ലെന്ന് പറഞ്ഞേക്കണം എന്നും പറഞ്ഞ് അവൾ കഴിപ്പ് നിർത്തി ഗൗരവത്തിൽ പുറത്തിറങ്ങി. ഡോർ തുറക്കാമെന്ന രാഘവേട്ടനെ അവൾ നോക്കി പേടിപ്പിച്ചു. എൻ്റെ രാഘവേട്ട, എനിക്ക് ദൈവം കയ്യും കാലും തന്നിട്ടുള്ളത് ഇതിനൊക്കെ തന്നെയാണ്. ഡോർ തുറന്നു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞവൾ അയാൾക്ക് പുഞ്ചിരി സമ്മാനിച്ചു വണ്ടിയിൽ കയറി. പിറ്റേന്ന് തന്നെ എഡ്വിൻ ഫിലിപ്പ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി ചുമതലയേറ്റു. ബോംബ് ബ്ലാസ്റ്റിംഗ് നടന്ന സ്ഥലം പരിശോധിച്ചു. ദൃക്സാക്ഷികളെയൊക്കെ ചോദ്യം ചെയ്തു. ഇനി അന്വേഷണം തുടരേണ്ടത് സബ് കളക്ടറുടെ അടുത്ത് നിന്നാണ്. കളക്ടർ മാഡം തന്നെ കണ്ടാൽ ഞെട്ടി പണ്ടാരടങ്ങും. തൽക്കാലം ഇവിടെ വെച്ചൊരു കൂടിക്കാഴ്ച വേണ്ട, വിശദമായി അങ്ങ് കളക്ടറുടെ വസതിയിൽ വെച്ച് കാണാം എന്ന് കരുതി എഡ്ഡി രാത്രി ആവാൻ കാത്തിരുന്നു. സാധാരണ കളക്ടറുടെ ഡ്യൂട്ടി രാവിലെ 9 മുതൽ 5 മണി വരെയാണ്. ഇനിയിപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടിയാൽ 9 മണി വരെ നീട്ടാവുന്നതാണ്. ഇവിടെ കളക്ടർ മാഡം ഓവർ റെസ്പോൺസിബിലിറ്റി തലയിലേക്ക് നടക്കുന്ന ആളാണെന്നാണ് അവൻ അറിഞ്ഞത്. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ലേറ്റ് ആകും എന്നാണ് അവന് കിട്ടിയ വിവരം. എന്തായാലും പെട്ടിയും കിടക്കയും എടുത്ത് 8 മണിയാകുമ്പോൾ അങ്ങ് ചെന്നേക്കാം എന്ന് കരുതിയ എഡ്ഡി ആ ടൈമിൽ സബ് കളക്ടറുടെ വസതിയിലേക്ക് എത്തിച്ചേർന്നു. വണ്ടിയുടെ ഹോണടി കേട്ടതും അബ്ദുക്ക് ആരാന്നറിയാൻ ഓടിച്ചെന്ന് നോക്കി കാര്യം അന്വേഷിച്ചു. എഡ്വിൻ ഫിലിപ്പ്, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കം കളക്ടർ മാഡത്തിൻ്റെ കെട്ടിയോനും എന്ന് പറയാൻ അവൻ നാക്കെടുത്തതാണ്. പിന്നെ വേണ്ടെന്ന് വെച്ച് കളക്ടർ മാഡത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിയമിച്ച ഓഫീസർ കൂടിയാണെന്നും പറഞ്ഞു. അത് കേട്ടതും അയാൾ ഗേറ്റ് തുറന്നു. എഡ്ഡി കാർ പോർച്ചിൽ പാർക്ക് ചെയ്തു. അവൻ വണ്ടി ലോക്ക് ചെയ്ത് ഇറങ്ങി. അബ്ദുക്ക് അവൻ്റെ ലഗേജൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ സഹായിച്ചു. എഡ്ഡി പെട്ടിയെടുത്ത് ഡെൽമ താമസിക്കുന്ന വീടിൻ്റെ വരാന്തയിൽ വെച്ചു. സർ, സാറിനുള്ള താമസം ഗസ്റ്റ് ഹൗസിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. അബ്ദുക്ക മടിച്ചു പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? പേരെന്താ എന്നും പറഞ്ഞു എഡ്ഡി അബ്ദുക്കയുടെ നേരെ തിരിഞ്ഞു. അബ്ദുക്ക എന്ന് ചിലർ വിളിക്കും. ആ, എന്നാൽ ഞാനും അങ്ങനെ വിളിക്കാം. എൻ്റെ അബ്ദുക്ക, 24 മണിക്കൂറും കളക്ടർ മാഡത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന മുകളിൽ നിന്നുള്ള ഓർഡർ. അവിടെ കിടന്ന് ഞാൻ എങ്ങനെ ഇവിടെ കിടക്കുന്ന മാഡത്തിനെ ശ്രദ്ധിക്കും? അതുകൊണ്ട് എനിക്കുള്ള താമസം ഇവിടെയാണ് എന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത് എന്നും പറഞ്ഞ് അവൻ പെട്ടിയെടുത്ത് അകത്തോട്ട് കയറാനൊരുങ്ങി. സർ, ഒന്ന് നിൽക്കണം സാറേ, ഇവിടെ ആരും കയറിപ്പോയരുതെന്നാണ് മാഡത്തിൻ്റെ ഓർഡർ. അതുകൊണ്ടാണ് സർ, ഒന്നും തോന്നരുത്. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ നിങ്ങളുടെ മാഡത്തിനെ വിളിക്കൂ, ഞാൻ സംസാരിക്കാം. അപ്പോഴാണ് പുറത്തെ ഒച്ചയും ബഹളവും കേട്ട് ഡെൽമ പുറത്തേക്ക് ഇറങ്ങി വന്നത്. എഡ്ഡിയെ കണ്ട ഡെൽമ ശരിക്കും ഞെട്ടി. അവളെ കണ്ടതും അവനും ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം പരസ്പരം കുരുത്തു. താനിപ്പോൾ പഴയ ഡെൽമായിപ്പോ എന്ന് തോന്നി അവൾ നോട്ടം മാറ്റി പെട്ടെന്നില്ലാത്ത ഗൗരവ മുഖത്ത് ഫിറ്റ് ചെയ്ത് അബ്ദുക്കയുടെ കാര്യം തിരക്കി. മാഡം, ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞ ഓഫീസർ. ഞാൻ രാവിലെ തന്നെ പറഞ്ഞതാണല്ലോ ഇതിനകത്തേക്ക് ആരെയും കയറ്റരുതെന്ന്. ആ ഗസ്റ്റ് ഹൗസ് കാണിച്ചു കൊടുത്തേക്ക് അബ്ദുക്ക എന്നവൾ പറഞ്ഞതും എഡ്ഡി അവളിൽ നിന്ന് നോട്ടം മാറ്റി കേട്ട ഭാവം നടിക്കാതെ ഷൂസ് അഴിച്ചു വെച്ച് പെട്ടിയെടുത്ത് അകത്ത് വെച്ചു. അവൻ അടുത്തുണ്ടായാൽ തനിക്കൊന്നിനും പറ്റില്ലെന്നും അവൻ്റെ നോട്ടത്തിന് മുന്നിൽ അടിമപ്പെട്ടു പോകും എന്നറിയാവുന്നത് കൊണ്ട് ഡെൽമ കൃത്രിമദേശത്തോടെ അവൻ അകത്ത് കൊണ്ടുവച്ച പെട്ടിയെടുത്ത് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് കണ്ടതും എഡ്ഡിക്ക് അവളുടെ മോന്ത നോക്കി ഒന്ന് പൊട്ടിക്കാൻ തോന്നിയതാ. പിന്നെ ആദ്യം തന്നെ ഒരു ഉടക്ക് വേണ്ടെന്ന് കരുതി അവൻ മിണ്ടാതിരുന്നു. ശേഷം അവളുടെ അരികിൽ വന്ന് ഒരു കവർ കൊടുത്തു. എന്തായത്? അവൾ ഗൗരവം ഒട്ടും കുറക്കാതെ ചോദിച്ചു. നിനക്കൊരു ലവ് ലെറ്റർ എഴുതിക്കൊണ്ട് വന്നതാ. ഇനി ഒന്നേന്ന് തുടങ്ങണമല്ലോ, അപ്പോൾ ഐശ്വര്യമായിട്ട് ഇത് തന്നിട്ട് തുടങ്ങാന്ന് കരുതി. എഡ്ഡി ആരും കേൾക്കാത്ത പോലെ പതുക്കെ പറഞ്ഞു. ഡോ, സൂക്ഷിച്ച് സംസാരിക്കണം. ഡെൽമയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ഡോന്നാ? നോ, ഇച്ചായൻ. അങ്ങനെ വിളിക്കും മാഡം. പെട്ടെന്ന് തുറന്നു നോക്കടി, എന്നിട്ട് വേണം പുറത്തോട്ട് വലിച്ചെറിഞ്ഞ പെട്ടി നീ തന്നെ എടുത്തുകൊണ്ട് വരാൻ. എഡ്ഡി അത് പറഞ്ഞതും ഡെൽമ കയ്യിലെ കവർ തുറന്നു. അതിലുണ്ടായിരുന്ന പേപ്പർ എടുത്ത് വായിച്ചു. അത് വായിച്ചതും അവളുടെ മുഖത്ത് നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതൽ ദേഷ്യം വന്ന് നിറയുന്നുണ്ടായിരുന്നു. ഇപ്പം കളക്ടർ മാഡത്തിന് മനസ്സിലായല്ലോ എന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചത് എന്തിനാണെന്ന്. സർക്കാരിൻ്റെ ചിലവ് ചുരുക്കൽ പരിപാടിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊരു നിയമനം. മിക്ക സർക്കാർ ഭവനത്തിലും ഭയങ്കര ചിലവാണെന്ന ധനകാര്യ മന്ത്രാലയം പറയുന്നത്. ഫ്രീ ആണെന്ന് കരുതി ആർക്കും ഒരു ശ്രദ്ധയില്ലെന്ന്. എന്നോടിവിടെ ഒരു മുറിയിൽ കിടന്നോളാനാ പറഞ്ഞേക്കണത്. കറണ്ട് ചാർജ് ചുരുങ്ങുകയും ചെയ്യും, എൻ്റെ ഡ്യൂട്ടി മുറ പോലെ നടക്കുകയും ചെയ്യും. അത് കേട്ടതും അവൾ അവനെ ദഹിപ്പിച്ചു നോക്കി. ഐ മീൻ യുവർ പ്രൊട്ടക്ഷൻ, 24/7 പ്രൊട്ടക്ഷൻ തരാനാ ഓർഡർ. ടോയ്ലറ്റിൽ പോകാൻ പോലും എൻ്റെ അനുവാദം വേണം. മാഡത്തിന് സമ്മതാണേൽ അവിടെയും എനിക്ക് വരാനുള്ള അനുവാദം ഉണ്ട് കേട്ടോ. ഈ ശത്രുക്കൾ എവിടെയാ എന്തൊക്കെയാ വെച്ചിരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞു എഡ്ഡി അവളെ ഒന്ന് നോക്കി. എനിക്കാരുടെയും പ്രൊട്ടക്ഷനൊന്നും വേണ്ട. സർക്കാരിൻ്റെ ഉത്തരവിനെ ഞാൻ മാനിക്കുന്നു. നിങ്ങൾക്കിവിടെ താമസിക്കാം.
അബ്ദുക്ക ആ പെട്ടിയെടുത്ത് അകത്ത് വെച്ചോളൂ എന്നും പറഞ്ഞ് അവൾ പോവാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കൈ കയറി പിടിച്ചു. അങ്ങനെ പോയാൽ എങ്ങനെയാ? ആ പെട്ടി വലിച്ചെറിഞ്ഞത് അബ്ദുക്ക അല്ലല്ലോ. നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ വെറുതെ എന്തിനാ പാവം അബ്ദുക്ക ഏറ്റെടുക്കുന്നത്? അതുകൊണ്ട് നീ അതെടുത്ത് വെച്ചിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ നിനക്കെന്നെ അറിയാലോ, ഞാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ടേ ഇച്ചായനെ ദേഷ്യം പിടിപ്പിക്കാതെ മോൾ ആ പെട്ടി എവിടെയാണോ ഉണ്ടായത് അവിടെ എടുത്ത് വെച്ചേക്ക് എന്നവൻ പറഞ്ഞതും അവൾ വേറെ വഴിയില്ലാതെ പുറത്ത് നിന്ന് പെട്ടിയെടുത്ത് ഉണ്ടായ സ്ഥലത്ത് വെച്ചു. ഇതൊക്കെ കണ്ട് അബ്ദുക്ക കിളിപ്പോയി നിൽക്കുവാണ്. എന്നാൽ അബ്ദുക്ക പോയിക്കോളൂ, നമുക്ക് നാളെ വിശദമായി പരിചയപ്പെടാം. ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും എന്നും പറഞ്ഞ് എട്ടി അയാൾക്ക് ചിരി സമ്മാനിച്ചു അകത്ത് കയറി. വാവേ, നമ്മുടെ ബെഡ്റൂം എവിടെയാ? ലെഫ്റ്റ് ആണോ അതോ റൈറ്റോ? ഈ ലഗേജ് വെക്കാനാ. ഇത്ര നേരമായി ഇച്ചായൻ ഇതും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. എട്ടി അതും പറഞ്ഞ് വിളിച്ച് പോകുന്നത് കേട്ടിട്ടാണ് ഡെൽമ ദേഷ്യത്തോടെ അവനരികിൽ എത്തിയത്. ദോ, ബെഡ്റൂമോ? അതിനിതേ തൻ്റെ വീടല്ല, സർക്കാർ ഭവനാണ്. ഇവിടെ നമ്മൾ മാത്രമല്ല ഉള്ളത്. കിച്ചൺ ഡ്യൂട്ടിക്കുള്ള ചേച്ചി അകത്തുണ്ട്. അവരിതൊക്കെ കേട്ടാൽ എന്ത് കരുതും? അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാവേന്ന് വിളിക്കാൻ ഞാൻ നിങ്ങളുടെ ആരുമല്ല. പിന്നെ ഇതെൻ്റെ മുറിയാണ്. താൻ വേണേലേ ആ മുറി എടുത്തോ. ഇത് നിൻ്റെ മുറിയാ? എന്നാലേ എനിക്ക് ഈ മുറി മതി. നീ വേണേ മറ്റേ മുറി കിടന്നു. ഇനിയിപ്പോൾ ഈ മുറി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിലും നമ്മൾ തമ്മിൽ എന്തോന്ന് ഒളിയും മറയും. നമ്മൾ അങ്ങനെ കഴിഞ്ഞിട്ടവരല്ലേ. അവളെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. അവൻ്റെ ആ നോട്ടവും പറച്ചിലും കേട്ടതും അവൾ ചവിട്ടിത്തുള്ളി അകത്തോട്ട് പോയി. ഹലോ മേഡം, കബോർഡിൽ നിന്നും സാധനമൊക്കെ എടുക്കുന്നു അതോ ഞാൻ വലിച്ചെറിയണോ? എൻ്റെ സാധനം തൊട്ടാലേ താൻ വിവരം അറിയും എന്നും പറഞ്ഞ് അവൾ അകത്തോട്ട് കയറിപ്പോയി. അതൊന്നു കാണണമല്ലോ എന്നും പറഞ്ഞ് അവൻ അവളുടെ കുറച്ച് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു അവിടെ അവൻ്റെ സാധനങ്ങൾ കൊണ്ടുവച്ചു. ഭക്ഷണമൊക്കെയും കഴിച്ചു ഡെൽമ കിടക്കാൻ ചെന്നപ്പോഴാണ് മുറിയിൽ തൻ്റെ ഡ്രസ്സൊക്കെയും വലിച്ചു വാരിയിട്ടിരിക്കുന്നത് കാണുന്നത്. എഡ്ഡിയാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ ബെഡിൽ മലർന്നു കിടന്നു ഫോണും നോക്കിയിരിപ്പാണ്. തന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇതെൻ്റെ ബെഡ്റൂമാണെന്ന്? പിന്നെ എന്തുദ്ദേശത്തിലാണ് താനിവിടെ കയറി കിടന്നേ? ഞാൻ പറഞ്ഞല്ലോ ഈ മുറി എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ മുറിയിൽ തീരെ റേഞ്ച് കിട്ടുന്നില്ല. എനിക്ക് ഉറങ്ങാൻ നേരം എൻ്റെ ഭാര്യയും കുഞ്ഞുമായി വീഡിയോ കോൾ ചെയ്യാനുള്ളതാ. എന്നെ കാണാതെ എൻ്റെ കൊച്ചു ഉറങ്ങത്തില്ലെന്ന്. പെൺകൊച്ചാ, എൻ്റെ സുന്ദരവാവാ. എടി തട്ടിവിട്ടു. അവൻ അവളെ ഇടം കണ്ടിട്ട് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവളുടെ മനസ്സൊന്ന് പിടഞ്ഞു. നിറയാൻ വെമ്പുന്ന മിഴികളെ ശ്വാസിച്ച് നിർത്തി. നമ്മൾ നമ്മുടെ കൊച്ചിന് ഇടാൻ വെച്ച പേരുണ്ടായിരുന്നില്ലേ, അത് തന്നെയാ എൻ്റെ കൊച്ചിൻ്റെ പേര്. നിനക്ക് ഫോട്ടോ കാണണോ? വേണേ കാണിച്ചു തരാം എന്നും പറഞ്ഞവൻ ഫോണിൽ തിരയും പോലെ ചെയ്തു. എനിക്കാരുടെയും ഫോട്ടോ ഒന്നും കാണണ്ട. ഒന്ന് മുറിയിൽ നിന്ന് പോയി തന്നാൽ മതി. നിങ്ങൾ ആരെ വേണേലും വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്യും. ഡെൽമ ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാതെ പറഞ്ഞൊപ്പിച്ചു. അവളുമായി സംസാരിക്കുന്നതിനിടയിലാണ് എഡ്ഡി അവൻ്റെ ഫ്രണ്ട് ശിവയ്ക്ക് മെസ്സേജ് ചെയ്യുന്നത്. പെട്ടെന്ന് തനിക്ക് കോൾ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു മെസ്സേജ് ചെയ്തത്. തൊട്ടടുത്ത നിമിഷം എഡ്ഡിയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഡിസ്പ്ലേയിൽ ശിവ എന്ന് കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു ചിരി ഉരിഞ്ഞു. കാണിച്ചു തരാടി, ഞാനിന്ന് അഭിനയിച്ച് തകർക്കും, നോക്കിക്കോ. എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം ഒന്നും മിണ്ടാതിരിക്കൂ. വൈഫാണേ. വൈഫ് മീൻസ് ലൈക്ക് എ വൈഫ്. വി ആർ നോട്ട് ലീഗലി മാരിഡ്. ലിവിങ് ടുഗദർ ആണ്. വൈകാതെ മാരേജ് ഉണ്ടാവും. നമ്മൾ തമ്മിൽ ഡിവോഴ്സ് നടന്നിട്ട് വേണം അവളെ എനിക്ക് കെട്ടാൻ. ഇതേ കണ്ടോ, ശിവാനി എന്ന പേര്. ഇൻ്റർ കാസ്റ്റ് മാരേജ് ആയിരിക്കും. കൂടെ പഠിച്ച കുട്ടിയാ. ഇവൾക്ക് ഇവിടത്തെ എൻ്റെ താമസം നിൻ്റെ കൂടെ ആണെന്ന് അറിയില്ല. അറിഞ്ഞാലേ ഇഷ്ടമില്ല. അതാ ഞാൻ മിണ്ടരുതെന്ന് പറഞ്ഞത്. വീണ്ടും മിണ്ടല്ലേ എന്നും പറഞ്ഞു അവൻ കോളെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഹാ വാവേ, ഇച്ചായനാടി, നീ ഉറങ്ങിയില്ലേ? മോൾ എന്നാ ചെയ്യുക? ഉറങ്ങിയോ? ഷോ, ഞാനിവിടെ ചിലരുമായി സംസാരിച്ച് നിന്ന് വിളിക്കാൻ വൈകിപ്പോയി. പിന്നെ ഫുഡ് കഴിച്ചോ? ഞാൻ പുറത്തു നിന്ന് കഴിച്ചു. ഇപ്പോൾ പോലീസ് ക്വാർട്ടേഴ്സിലെത്തി. പിന്നെന്താ? എന്താ? ഞാൻ അടുത്തില്ലാതെ ഉറക്കം വരുന്നില്ലെന്നോ? ഇച്ചായൻ എൻ്റെ വാവക്ക് ഉമ്മ തരട്ടെ. അവനത് ചോദിച്ചത് ഡെൽമയുടെ മുഖം നോക്കിയിട്ട് അവളോട് ചോദിക്കും പോലെയായിരുന്നു. ഇവിടെ പറഞ്ഞതാ. ഡെൽമയുടെ അന്നേരത്തെ വെപ്രാളം കണ്ടു എഡ്ഡി ചിരി ഉള്ളിലൊതുക്കി പറഞ്ഞു. ഇല്ല വാവേ, ഒന്നുമില്ല. ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ. മോൾക്ക് തോന്നിയതാവും. ഇച്ചാൻ എത്ര ഉമ്മ വേണേലും തരാട്ടോ. മോൾ ഉറങ്ങിക്കോ. ഇവിടെ റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ഡെൽമ ഇടം കണ്ടിട്ട് നോക്കി മുറി വിട്ടിറങ്ങി. അവൻ നേരെ പോയത് മുറ്റത്തെ ഗാർഡനിലേക്കായിരുന്നു. അവൻ അവിടെ ഇരുന്ന് ഏറെ പ്രണയത്തോടെ സംസാരിക്കുന്നത് ഡെൽമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടതും ഡെൽമയുടെ കണ്ണ് നിറഞ്ഞു. നിറഞ്ഞ കണ്ണുമായി അവന് മുന്നിൽ നിന്നാൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് കരുതി അവൾ അവിടെ നിന്ന് ഇറങ്ങി മറ്റേ മുറിയിലേക്ക് ചെന്നു. മുറിയിൽ ചെന്ന് കഥകടച്ച് ലോക്ക് ചെയ്ത് തലയണയിൽ മുഖം പൊഴുത്ത് ഒരുപാട് കരഞ്ഞു. ഇത്രയും നാൾ അവൻ കൂടെ ഇല്ലേലും അവനുമായുള്ള നല്ല നിമിഷങ്ങൾ കൂട്ടിനുണ്ടായിരുന്നു. അത് മതിയായിരുന്നു അവൾക്ക് നിദ്രയെ പുൽകാനും ഓരോ പുലരിയെയും വരവേൽക്കാനും. പക്ഷെ ഇപ്പോൾ ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ ഓർമ്മകൾ പോലും തനിക്ക് സ്വന്തമല്ലെന്ന് തോന്നിപ്പോവുകയാണ്.
എല്ലാം മറന്ന് ജീവിക്കുകയായിരുന്നു. ഇതിപ്പോൾ കൺമുന്നിൽ വെച്ച് ഓരോ നിമിഷം പലതും തന്നെ കൊല്ലാതെ കൊല്ലുവാണ്. എന്നെ ഇനിയും വെറുതെ വിട്ടൂടെ? എല്ലാം കണ്ടില്ലെന്ന് നടിച്ച് ജീവിക്കാൻ താൻ ഒരുക്ക മനുഷ്യനൊന്നുമല്ല. എല്ലാവരെയും പോലെ എനിക്കും വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ടെന്ന് ആരും മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ഇനിയും എന്നെ പരീക്ഷിച്ച് മതിയായില്ലേ കർത്താവേ? എന്നെ വെറുതെ വിട്ടൂടെ? അവൾ അന്നേരം ദൈവത്തെ പഴിചാരി. കരഞ്ഞു അവൾ എപ്പോഴും അവിടെ തന്നെ ഉറങ്ങിപ്പോയി. മുറിയിൽ ചെന്ന് എഡ്ഡിക്ക് മനസ്സിലായി ഡെൽമ മറ്റേ മുറിയിലാണെന്ന്. എഡ്ഡി ചിന്തിക്കുവാണ്. താൻ അതൊക്കെ പറയുമ്പോൾ അവളുടെ മുഖം വാടിയിരുന്നു. പിന്നെ എന്തിനാ എന്നെ വേണ്ടെന്ന് വെച്ചത്? എന്നോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്ക് ഓർമ്മയുണ്ടോ നീ എന്നെ അവഗണിക്കാൻ തുടങ്ങിയത്? ആദ്യമൊക്കെ ഞാനത് തമാശയായി മാത്രമേ എടുത്തിരുന്നുള്ളൂ. പിന്നെ ആ അവഗണന താങ്ങാവുന്നതിലും അപ്പുറമായി മാറി. ഞാനൊരു ദിവസം നിന്നോട് ചോദിച്ചപ്പോൾ നീ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അന്ന് ഞാൻ എത്ര വിഷമിച്ചു, ഹൃദയം തകർന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എഡ്ഡിയുടെ ഓർമ്മകൾ വീണ്ടും ഭൂതകാലത്തിലേക്ക് പോയി. ഡെൽമ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഇപ്പോൾ എന്തിനാ വീട്ടിലേക്ക് പോകുന്നത്? നിനക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേറെ മുറിയിൽ താമസിക്കാം. ഇവിടെ ആവുമ്പോൾ നമുക്ക് കാണുകയെങ്കിലും ചെയ്യാലോ. ഇനി നിന്റെ പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. പ്ലീസ്, എനിക്ക് നിന്നെ കാണാതെ വയ്യ, അതുകൊണ്ടാ. ഇല്ല, എനിക്ക് പോയേ പറ്റൂ. ഇവിടെ നിന്നാലേ എൻ്റെ മനസ്സ് മറ്റു പലതിലേക്കും പോകുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം അതുതന്നെയാണല്ലോ. എൻ്റെ മനസ്സ് മാറ്റി എന്നെ എങ്ങനെയും ഈ വീട്ടിൽ തളച്ചിടണം. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് മുതൽ എൻ്റെ പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ മൊത്തം കുറഞ്ഞു. ഈ സെം എക്സാമിലെ എൻ്റെ മാർക്ക് നോക്ക്. ക്ലാസ് ടോപ്പറായ എനിക്ക് 70% മാർക്ക് മാത്രമേ ഉള്ളൂ. കോച്ചിങ് സെൻറ്ററിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പെർഫോം ചെയ്യുവാണെങ്കിൽ ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. സോ എനിക്കിനി പഠിത്തത്തിൽ മുഴുവനും കോൺസെൻട്രേഷൻ കൊടുത്തേ പറ്റൂ. ശരി, അങ്ങനെ ചെയ്തോളൂ. അതിന് ഇവിടെ നിന്ന് പോകണം, പോയേ പറ്റൂ. എന്നെ പിടിച്ചു നിർത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ അതാക്കും ഇതാക്കും എന്നൊക്കെ നിങ്ങൾ പുറമെ പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ IAS നേടരുത് എന്ന് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. എനിക്കത് പലതവണ വ്യക്തമായതാ. എന്നിട്ട് എന്നെ ബോധിപ്പിക്കാൻ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു. ഡെൽമ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അങ്ങനെ ചിന്തിക്കാനേ ഞാൻ നിന്റെ അത്ര ചീപ്പല്ല. നിനക്ക് വലുത് നിന്റെ ലക്ഷ്യവും സ്വപ്നവുമാണല്ലോ. അതിനിടയിൽ ഞാൻ ആരാല്ലേ? അതെ, എൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് IAS ആണ്. കുടുംബം, കുട്ടികൾ, അതൊക്കെ സെക്കൻഡറി ഒബ്ജക്റ്റീവാണ്. എൻ്റെ ലക്ഷ്യം നേടാൻ ബാക്കിയൊക്കെ വേണ്ടെന്ന് വെക്കാനേ എനിക്കൊരു മടിയില്ല, ഇനി നിങ്ങളെ പോലും. അതിനർത്ഥം നിനക്കെന്നെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ലെന്ന്. തീർച്ചയായും. ഇതാണോ ദിവസങ്ങളായി തുടരുന്ന ഈ അവഗണനയുടെ കാരണം? ഇതും ഒരു കാരണമാണ്. പിന്നെ എനിക്ക് കുടുംബജീവിതം എന്നതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് എൻ്റേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. അതൊക്കെ ഓർത്ത് ഇപ്പോഴേ എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷനാവുന്നത്? ഇല്ല, ഒന്നും പിന്നേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ ആവാൻ പറ്റില്ല. ഞാനത് അന്നേ പറഞ്ഞതായിരുന്നു. പക്ഷെ നിങ്ങൾ എൻ്റെ മനസ്സ് മാറ്റി. ഇനി എനിക്ക് നിങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഐ വാണ്ട് എ ഡിവോഴ്സ്. അതിന് മാത്രം എന്താ ഇപ്പോൾ ഉണ്ടായേ? ഇനിയും ഞാൻ പറയണം. വ്യക്തമായ കാരണം പറയാതെ ഇതുപോലുള്ള മുടന്ത ന്യായം പറഞ്ഞ് ഞാൻ ഡിവോഴ്സ് തരുമെന്ന് കരുതണ്ട. കാരണമാണോ നിങ്ങൾക്ക് വേണ്ടത്? എന്നാൽ നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ കള്ളനാണ്, ചതിയനാണ്, വഞ്ചകനാണ്, ക്രിമിനലാണ്, പെണ്ണുപിടിയാനാണ്. നിങ്ങൾ എനിക്ക് വേണ്ട. എനിക്ക് ഡിവോഴ്സ് വേണം എന്നവൾ ഉറക്കെ പറഞ്ഞതും വീട്ടുകാരെ എല്ലാവരും അവിടെ എത്തി. ഡെൽമ അത് പറഞ്ഞു കഴിഞ്ഞതും എഡ്ഡിയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. അവളോട് എല്ലാവരും കാര്യം തിരക്കിയപ്പോൾ അവൾ എല്ലാവരോടും പറഞ്ഞു ഇനി അവനുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. അവൻ തന്നെ ചതിച്ചു. ചോദിച്ചപ്പോൾ അവൻ തന്നെ അടിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് അവളൊന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഒന്നിനും ഒരു വ്യക്തതയില്ലാത്തൊരു പടിയിറക്കും. അതൊക്കെ ഓർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒപ്പം അവളോട് ദേഷ്യവും.